വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനമായി നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുവാൻ കർത്താവ് തന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ തരുന്ന സ്നേഹത്തിനും പ്രോത്സാഹനത്തിനുമായി നന്ദി പറയുന്നു. ചിലർ എന്നെ നേരിട്ട് കാണുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഈ മെസ്സേജ് ഇടുന്നത് അനുഗ്രഹമാണെന്ന് പറയുവാൻ കഴിഞ്ഞു. ചിലർ നേരിട്ട് മെസ്സേജ് വിട്ടു, അവർ ജീവിതം അനുഗ്രഹമാണെന്ന്. അത് കേൾക്കുന്നത് എനിക്ക് വളരെ സന്തോഷമാണ്. കർത്താവ് നിങ്ങളെല്ലാം ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞാൻ ഈ പ്രഭാതത്തിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നും ദൈവജനം ചിന്തിക്കാറുണ്ട്, ധ്യാനിക്കാറുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ ഇടപെടുന്ന ചിന്തകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ദൈവത്തിനെ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ ദൈവം എന്നോട്ട് ഇടപെട്ടൊരു ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അതിനാധാരമായി ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 31-32 വാക്യങ്ങളാണ്. യേശു അവരോട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെയും കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ അല്ല, പാപികളെ എത്രയും മാനസാന്തരത്തിന് വിളിപ്പൻ വന്നിരിക്കുന്നതെന്ന് ഉത്തരം പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ്. ആ വേദഭാഗം യേശു കർത്താവ് ലേവിയുടെ ഭവനത്തിലായിരിക്കുമ്പോൾ അവിടെ ഒരു വിരുന്ന് നടക്കുമ്പോൾ അവിടെ കൂടി വന്ന അനേകരിൽ 2 കൂട്ടരാണ് ശാസ്ത്രിമാരും പരീശന്മാരും. അപ്പോൾ അവർ ഈ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ചുങ്കക്കാരും പാപികളോടും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് എന്തെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് മറുപടിയായി യേശു പറഞ്ഞൊരു കാര്യമാണ് നാം വായിച്ചു കേട്ടത്. ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ അല്ല, പാപികളെ എത്രയും മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നു എന്ന് ഉത്തരം പറഞ്ഞു. നമുക്കതിൻ്റെ 27-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അതിനുശേഷം അവൻ പുറപ്പെട്ടു ലേവി എന്നു പേരുള്ളൊരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്തിരുന്ന് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ സകലതും വിട്ട് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. അപ്പോൾ യേശു കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്നത് മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടിയാണ് കടന്നു വന്നതെങ്കിലും കർത്താവിൻ്റെ മുമ്പിൽ പിതാവായ ദൈവം വെച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ടായിരുന്നു. അപ്പോൾ താൻ ആ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അനേകരെ വിളിച്ച് വേർതിരിക്കുവാനും തക്കവണ്ണം ഇടയായിത്തീർന്നു. നമുക്കറിയാം, പത്രോസിനെ വിളിച്ചു, യോഹന്നാനെ വിളിച്ചു, അന്ത്രയോസിനെ വിളിച്ചു. അങ്ങനെ പലരെ വിളിക്കുമ്പോൾ ഇവിടെ ഇതാ കർത്താവിൻ്റെ മിനിസ്ട്രിയുടെ ഇടയ്ക്ക് അതുവഴി കടന്നു പോകുമ്പോൾ ചുങ്കസ്ഥലത്തിരിക്കുന്ന ലേവി എന്നൊരു പേരുള്ള ഒരുത്തൻ ചുങ്കം പിരിക്കുന്നത് കണ്ടു. അപ്പോൾ കർത്താവ് അവനെ കണ്ടിട്ട് അവനോട് സുവിശേഷം പറഞ്ഞു കാണും. അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന കാര്യം, അവൻ എഴുന്നേറ്റ് സകലതും വിട്ട് ആ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കർത്താവിനോടുകൂടെ അനുഗമിക്കാൻ ഇടയായിത്തീർന്നു. അപ്പോൾ നമുക്കറിയാം, കർത്താവ് ഒരാളെ വിളിക്കുന്നെങ്കിൽ വലിയ ദൈവ പദ്ധതിക്ക് വേണ്ടിയാണ് ദൈവം വിളിക്കുന്നത്. അപ്പോൾ പത്രോസിനെ തിരഞ്ഞെടുത്തു, അന്ത്രയോസിനെ തിരഞ്ഞെടുത്തു. ഇവരെല്ലാം വിളിച്ചത് ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾക്ക് വേണ്ടിയാണ്. ഇത് സുവിശേഷം അറിയിക്കുക മാത്രമല്ല കർത്താവ് ചെയ്യുന്നത്, അനേകരെ ഇന്നും കർത്താവ് വിളിച്ച് വേർതിരിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരനോട് പറയട്ടെ, ഈ ദിവസങ്ങളിൽ ഇന്നല്ലെങ്കിൽ നാളെ എന്നെ കേൾക്കുന്ന പല പ്രിയപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ ഒരു വിളിയും ഒരു തിരഞ്ഞെടുപ്പും എൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നൊരു വിളി കടന്നു വരുമ്പോൾ പൂർണ്ണമായി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയാട്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് നന്മയ്ക്ക് കാരണമായി തീരും. കർത്താവ് അതിനായി സഹായിക്കട്ടെ. ഇവിടെ ഇതാ ലേവിയോട് പറഞ്ഞു, എന്നെ സകലതും വിട്ട് അനുഗമിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, അവൻ സകലതും വിട്ട് അത് ചെയ്തുകൊണ്ടിരുന്ന ചുങ്കം പിരിവും തൻ്റെ ജോലിയും തൻ്റെ കുടുംബത്തിൻ്റെ വിഷയങ്ങളും എല്ലാം വിട്ടിട്ടാണ് കർത്താവിൻ്റെ വേലയുള്ളവത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ടത്. നമുക്കറിയാം, എല്ലാവർക്കും അങ്ങനൊരു വിളിയും തിരഞ്ഞെടുപ്പും ഒന്നുമില്ല. ചിലർക്ക് മാത്രമാണ് കർത്താവ് പൂർണ്ണമായി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടാമെന്ന് പറഞ്ഞൊരു വിളി തിരഞ്ഞെടുക്കുന്നത്. ചിലർ ജോലിയോട് കൂടി കർത്താവിൻ്റെ വേലയിൽ നിന്ന് ഒരുപാട് പേരുണ്ട്. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നാൽ ഇവിടെ ഇതാ ഈ ലേവിയെ ചില ശിഷ്യന്മാരെ പൂർണ്ണമായി കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ വിളിക്കുകയാണ്. അപ്പോൾ മനസ്സിലാക്കണം, അങ്ങനെയുള്ള വിളിയുള്ളവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ടായിരിക്കും.
ഏതെങ്കിലും രാജ്യങ്ങളിലോ ഏതെങ്കിലും സംസ്ഥാനത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക സ്ഥലത്ത് ദൈവം അവരെ പ്രയോജനപ്പെടുത്തും. അവരുടെ പ്രസംഗം കേൾക്കുമ്പോഴറിയാം, അവരുടെ ശുശ്രൂഷ കാണുമ്പോഴറിയാം, അവരൊരു മനുഷ്യനോട് സംസാരിക്കുമ്പോഴറിയാം, ഒരുത്തനെ കാണുമ്പോൾ അവന് വിളി എത്രത്തോളം ഉണ്ട്, തിരഞ്ഞെടുപ്പ് എത്രത്തോളം ഉണ്ട്, ദൈവത്തിൻ്റെ പ്രതിഷ്ഠ എത്ര ഉണ്ടെന്ന് നമ്മൾ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ട് പറയപ്പെടും. ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു വിളിയും തിരഞ്ഞെടുപ്പും ഉണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി സമർപ്പിച്ചാട്ടെ, ദൈവത്തിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടാട്ടെ. ഞാൻ ജോലിയുടെ ബന്ധത്തിലാണ് ഈ അബുദാബിയിലായിരിക്കുന്നത്. സമയം കിട്ടുന്ന സമയത്ത് ഞാനൊരു പാസ്റ്ററല്ല, ഒരു പാവപ്പെട്ട സഹോദരനാണ്. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നു. ഇതുപോലെ ദൈവത്തിന് വചനം സംസാരിക്കുന്നു, അനേകരോട് കാണുന്നു, മിക്കവാറുള്ളവരോടൊക്കെ സുവിശേഷം പറയുന്നു. അത് ഞാൻ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ ഇതാ നമുക്കറിയാം, അങ്ങനെ അവൻ കർത്താവിനോടുകൂടെ പുറപ്പെട്ട് തുടർന്ന് നമ്മൾ പഠിക്കുന്നത് അവൻ്റെ വീട്ടിൽ വലിയൊരു വിരുന്ന് നടക്കുവാണ്. അപ്പോൾ ഇനി അവൻ രക്ഷയിലേക്ക് വന്ന കാര്യമാണോ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയതിൻ്റെ സന്തോഷമാണോ, എന്തോ ഒരു വലിയ വിരുന്ന് അവിടെ നടക്കുകയാണ്. അപ്പോൾ അനേകരെ ക്ഷണിച്ച കൂട്ടത്തിൽ 2 കൂട്ടരെ പ്രത്യേകിച്ച് ഈ ലേവി ക്ഷണിച്ചിരുന്നു. ഒന്ന് പരീശന്മാരും രണ്ടാമത്തെ ശാസ്ത്രിമാരും. ഇന്നും മിക്കവാറുമുള്ള സഭകളിലും കുടുംബങ്ങളിലും 4 പേര് കൂടുന്നിടത്ത് ഉള്ളൊരു കൂട്ടരാണ് ഈ ശാസ്ത്രിമാരും പരീശന്മാരും. ഈ പരീശന്മാരെ പറ്റി പഠിക്കുമ്പോൾ ബൈബിളിൽ ഭയങ്കര വിശുദ്ധിക്ക് ജീവിതത്തിൽ മുൻഗണന കൊടുക്കുന്ന ഒരു കൂട്ടരാണ് പരീശന്മാരെന്ന് പറയുന്നത്. ഈ പരീശന്മാരെ പറ്റി പഠിക്കുന്ന 5 ടൈപ്പ് പരീശന്മാരുണ്ടെന്നാണ് എന്ന് പറഞ്ഞാൽ ഈ കപടഭക്തി കാണിക്കുന്ന 5 ടൈപ്പ് പരീശന്മാർ. അപ്പോൾ അതെല്ലാം അവിടെ അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ബൈബിൾ കോളേജിലെ സാറാവുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ പരീശന്മാരെ പറ്റി മാത്രം പഠിച്ചാൽ മതി. പ്രൈസലോ. ഈ പരീശന്മാരെ പറ്റി പറയുന്നത് ചില കാര്യങ്ങൾ പറയുകയാണ്. അവരെ നന്നായി കൈ കഴുകിയിട്ടല്ലാതെ ഭക്ഷണം കഴിക്കത്തില്ല. അപ്പോൾ കഴിക്കുമ്പോൾ നമ്മളെല്ലാവരും സാധനം കഴിവും, ഇവർ നന്നായി കഴിവും. രണ്ടാമത്തെ കാര്യം, ചന്തയിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ കുളിച്ചിട്ടല്ലാതെ ഭക്ഷണം കഴിക്കത്തില്ല. പാനപാത്രം, ഭരണി, ചെമ്പ്, അതുപോലെ ചെമ്പ് അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ ഇവർ വിശുദ്ധിക്ക് വേണ്ടി ഒരുപാട് വൃത്തിയാക്കി, എത്രത്തോളം വൃത്തിയാക്കും. അപ്പം ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മറ്റുള്ള മുമ്പിൽ വിശുദ്ധി കാണിക്കുക എന്നൊരു കൂട്ടരാണ് പരീശന്മാർ. അവരെപ്പറ്റി പള്ളിയിൽ പോകുമ്പോൾ അവരെപ്പറ്റി പറയുന്നത് നമുക്കറിയാം. ലൂക്കോസ് 8:18-12 വായിക്കുന്നു. അവർ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്: കർത്താവെ, ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുന്നു. അപ്പോൾ ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ അത് 2 ദിവസം ഇവർ ഉപവസിക്കുന്നു. കിട്ടുന്നതൊക്കെയും ദശാംശം പതാരം കൊടുക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, എന്നിട്ട് പറയുകയാണ്, ഞാൻ ഈ പിടിച്ചാറിപ്പാരെ പോലെയല്ല, നീതി കെട്ടവരെ പോലെയല്ല, വ്യഭിചാരിയെ പോലെയല്ല, ചുങ്കക്കാരനെ പോലെയല്ല എന്ന് പറഞ്ഞ് ഇവരെ തന്നെ പൊക്കിയാണ് ഇവർ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ആ പ്രാർത്ഥന ചുങ്കക്കാരൻ്റെ പരീശൻ്റെ പ്രാർത്ഥനയിൽ ചുങ്കക്കാരൻ നീതീകരിക്ക് വീട്ടിൽപ്പെട്ടു, ഇവന് ദൈവം നീതീകരിക്കപ്പെട്ടില്ല. അപ്പോൾ കർത്താവ് ഏറ്റവും അധികം വെറുക്കുന്ന ഒരു കൂട്ടരാണ് പരീശന്മാർ. ഇന്ന് എല്ലാ ചർച്ചകളും മിക്കവാറുള്ള എല്ലാ സഭകളിലും ഉണ്ട്. എല്ലാ ഇടങ്ങളുള്ള ഒരു കൂട്ടരാണ് പരീശന്മാർ. രണ്ടാമത്തെ ഒരു കൂട്ടരാണ് ശാസ്ത്രിമാർ. ഈ ശാസ്ത്രിമാരെന്ന് പറയുന്നത് ഏകദേശം 14 വയസ്സ് മുതൽ 40 വയസ്സോളം അത്രയും പ്രായം വരെ ഇവർ ഉൽപ്പത്തി മുതൽ മലാക്കി പുസ്തകം വരെ കാണാതെ പഠിച്ച് വചനത്തിൽ ഭയങ്കര നിശ്ചയമാണ്. ഇപ്പോൾ ഇവരുടെ പ്രത്യേകത ഏത് കാര്യം ചെയ്താലും ഒരാൾ നടന്നു പോകുമ്പോൾ തന്നെ ഒരു വചനം വെച്ചാണ് അവർ ഇത് വചനത്തിലുണ്ടോ എന്നാണ് നോക്കുന്നത്. വചനം പറഞ്ഞാൽ ഇവർ കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് അത് അംഗീകരിക്കുന്നത്. ഇപ്പോൾ കർത്താവിൻ്റെ ശുശ്രൂഷ പോലും ഈ ശാസ്ത്രിമാർ കർത്താവിന് ചോദ്യം ചെയ്യുമായിരുന്നു. രോഗം പ്രാർത്ഥിച്ചാൽ കുറ്റം, പ്രസംഗിച്ചാൽ കുറ്റം, രോഗിയെ സൗഖ്യമാക്കിയ കുറ്റം. അങ്ങനെ 2 കൂട്ടരാണ് പരീശന്മാരും ശാസ്ത്രിമാരും. സഹോദരങ്ങളെ, ഈ ചുക്കില്ലാത്ത കഷായം കേട്ടിട്ടുണ്ടോ? അതുപോലെ ഈ ചുക്കില്ലാത്ത കഷായത്തിനകത്ത് എപ്പോഴും ആവശ്യം വേണ്ടൊരു സാധനമാണ് ചുക്ക്. അതുപോലൊരു കൂട്ടരാണ് സഭയ്ക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടൊരു കൂട്ടരാണ് പരീശന്മാരും ശാസ്ത്രിമാരും. മിക്കവാറും ഇവരുള്ളതുകൊണ്ടാണ്, മറ്റുള്ളവരുടെ കുറ്റം പറയുന്നതുകൊണ്ടാണ് അനേകരെ അനുഗ്രഹിക്കപ്പെടുന്നത്. സ്തോത്രം. അപ്പോൾ ഇവരെ അവരുടെ വഴിക്ക് വിട്ടാട്ടെ. ഇപ്പോൾ ചുങ്കക്കാർ അവരെ കൊണ്ട് ചുങ്കക്കാരനെ കൊണ്ട് ഇതേ പറ്റത്തുള്ളൂ, അല്ല പാപിയെ കൊണ്ട് ഇതേ പറ്റത്തുള്ളൂ, പരീശനെ കൊണ്ട് ഇതേ പറ്റത്തുള്ളൂ, ശാസ്ത്രിയെ കൊണ്ട് ഇതേ പറ്റത്തുള്ളൂ. അവർക്ക് ചെയ്യുന്ന കാര്യമാണ് അവർ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ വലിയ ആഘോഷം നടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കർത്താവ് ആ ലേവിയുടെ ഭവനത്തിലുണ്ട്. അവിടെ വലിയ സന്തോഷവും ആഘോഷമൊക്കെ നടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അവൻ രക്ഷയിലേക്ക് കടന്നു വന്നതുകൊണ്ടുള്ള സന്തോഷമായിരിക്കാം,
അല്ലെങ്കിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ ഉള്ള സന്തോഷമായിരിക്കാം. അപ്പോൾ ആ ഒരു സന്തോഷമൊക്കെ നടക്കുമ്പോൾ, വലിയ സന്തോഷം അനുഭവിക്കുമ്പോൾ ഈ പരീശനും ശാസ്ത്രിയും കൂടെ പറയുവാണ്, നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുന്നു കുടിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ കണ്ടോ, ഞങ്ങൾ അവരോട് സഹകരിക്കത്തില്ല, അവരുടെ കൂടെ നടക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യം, യേശു അവരോട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ അല്ല, പാപികളെത്രയെ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ കർത്താവ് പറഞ്ഞൊരു കാര്യം, ഞാൻ ഈ ലോകത്തിൽ കടന്നു വന്നത് നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടി എത്രേ ഞാൻ ലോകത്തിൽ കടന്നു വന്നത്. ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. അപ്പോൾ ഒരാൾക്കൊരു പനിയുടെ അസുഖം വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ ആവശ്യമാണ്. ഷുഗർ പേഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ ഡോക്ടറെ ആവശ്യമാണ്. അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ ഏത് രോഗമാണ് നമുക്കുള്ളത്, അതിൻ്റെ പരിഹാരം ഒരു ഡോക്ടറെ ആവശ്യമാണ്. അതുപോലെ തന്നെ പാപത്തിൽ കിടന്ന മനുഷ്യന്, ശാപത്തിൽ കിടന്ന മനുഷ്യന്, സകലവിധ അശുദ്ധിയിലും കിടന്ന മനുഷ്യനെ രക്ഷിപ്പാൻ ഒരു ദൈവപുത്രനെ ആവശ്യമാണ്, ഒരു യേശുവിനെ ആവശ്യമാണ്. അപ്പോൾ യേശു എന്ത് ചെയ്തു? അവിടെ കടന്നു വന്ന് ആ പാപത്തിൽ കിടന്ന, ആ ശാപത്തിൽ കിടന്ന ആ ലേവിയെ വിളിച്ച് വേദനിച്ച് അവിടെ സന്തോഷം നടക്കുമ്പോൾ ഈ പരീശന്മാരും ശാസ്ത്രിമാരും കുറ്റപ്പെടുത്തുകയാണ്, നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നു കുടിക്കുന്നു. സഹോദരങ്ങളെ, അവരെ കൊണ്ട് പറ്റുന്ന കാര്യം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, താഴ്ത്തിക്കെട്ടുക, അവർക്ക് ചെയ്യാതേ പറ്റത്തുള്ളൂ. എന്നാൽ ഇവിടെ നോക്ക്, കർത്താവ് പറഞ്ഞൊരു കാര്യം, ഞാൻ നീതിമാന്മാരെ അല്ല, പാപികളെ തേടി അത്രേ ഈ ലോകത്തിൽ കടന്നു വന്നത്. സഹോദരങ്ങളെ, ആ ദൈവം എന്നെ സ്നേഹിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു. ആ ദൈവം നമ്മോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, കാണാതെ പോയ, നമുക്കറിയാൻ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ പഠിക്കുമ്പോൾ, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ അത്രേ മനുഷ്യപുത്രമാണ്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ കാണാതെ പോയ എന്നെയും നിന്നെയും തേടിയാണ് യേശു ഈ ലോകത്തിൽ കടന്നു വന്നത്. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ, തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കണം ലോകത്തെ സ്നേഹിച്ചു. പിതാവായ ദൈവം എന്തിനാണെന്നറിയാമോ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചത്? ഹല്ലേലൂയ. തൻ്റെ പുത്രനെ ഈ ലോകത്തിൽ അയച്ച് അവനെ ക്രൂശിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടി യേശു ഈ ലോകത്തിൽ കടന്നു വന്നു? തൻ്റെ ഏകജാതനായ പുത്രനെ രക്ഷിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം. അപ്പോൾ ഈ ദിവസങ്ങളിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതൽ ഒരിക്കലും ലോകത്തിലെ പാപങ്ങൾ നശിക്കാതെ, ശാപത്തിൽ കിടന്ന് നശിക്കാതെ, ഹല്ലേലൂയ, ഏവൻ നശിവ നിത്യജീവൻ പ്രാപിക്കണം. മരിച്ചടക്കപ്പെട്ട് ആ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കണം ലോകത്തെ സ്നേഹിച്ചു. സഹോദരങ്ങളെ, കർത്താവ് ലോകത്തിൽ കടന്നു വന്നത് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്, നമ്മളെ കരുതുന്നൊരു കർത്താവുണ്ട്, നമുക്ക് വേണ്ടി മരിച്ചൊരു കർത്താവുണ്ട്, നമുക്ക് വേണ്ടി ശാപമായി തീർന്നൊരു കർത്താവുണ്ട്. ആ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം. പരീശന്മാരുടെ ദുരം ഉണ്ടാവാം, ശാസ്ത്രിമാരുടെ ദുരമുണ്ടാവാം. നമുക്കറിയാം, പരീശന്മാരെ പറ്റി പറയുന്നു, നിങ്ങൾ കരയും കടലും ചുറ്റി നടന്ന് ഒരുത്തനെ മതത്തിൽ ചേർക്കുന്നു. കർത്താവിനെ അറിയാം, പരീശന്മാരും ശാസ്ത്രിമാരും നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരുത്തനെ കിട്ടത്തുള്ളൂ. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ അനേകരെ സ്നാനപ്പെടുത്തുമ്പോൾ, അനേക രക്ഷയിലേക്ക് കടന്നു വരുമ്പോൾ, പരീശന്മാർ പ്രസംഗിക്കുമ്പോൾ, പരീശന്മാരുടെ ശുശ്രൂഷയിൽ എങ്ങനെയെങ്കിലും ഒരുത്തനെ കിട്ടത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഈ ദിവസങ്ങളുടെ സഹോദരങ്ങളെ, പരീശന്മാരെ വിട്ടാട്ട്, ശാസ്ത്രിമാരെ വിട്ടാട്ട് നിങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട്, നിങ്ങളുടെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്നൊരു ഭാവിയുണ്ട്, അനുഗ്രഹമുണ്ട്. ഈ ദിവസങ്ങളിലെ കർത്താവിനെ സ്നേഹിക്കാം, കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങളെ തന്നെ താഴ്ത്താം. ഈ വചനങ്ങളാൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.